ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഞാൻ വാട്സാപ്പിൽ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാ, നീ നോക്കേ. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. അബ്ജോദ്, ക്രിസ്മസിന്റെ തലേന്ന് രാത്രിയിലാണ് എം സി റോഡിൽ നാട്ടകം കോളേജിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. പൂർണ്ണമായും മദ്യപിച്ച് മദ്യലഹരിയിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാണ് സിദ്ധാർത്ഥ് പ്രഭു എത്തിയത്. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ തങ്കരാജിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. അന്ന് തന്നെ നടത്തിയ വൈദ്യപരിശോധനയിൽ സിദ്ധാർത്ഥ് മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മാത്രമല്ല, ആ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ തന്നെ എത്രത്തോളം ബോധമില്ലാത്ത രീതിയിലാണ് സിദ്ധാർത്ഥ് പെരുമാറിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടാം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും, അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. നാട്ടുകാരോടും പോലീസിനോടും ഒക്കെ തട്ടിക്കയറുകയും വലിയ തരത്തിൽ ബഹളം വെക്കുകയും ചെയ്യുന്ന സ്ഥിതി അന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം ചുമത്തിയത് മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും തുടങ്ങിയ വകുപ്പുകളായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ സിദ്ധാർത്ഥ് പ്രഭുവിനെ വിട്ടിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. According to female human psychology. ഏതായാലും ഇപ്പോൾ മരണം സംഭവിച്ചതോടുകൂടി വകുപ്പ് മാറുകയാണ്. ഇനിയിപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ, അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് മരണം സംഭവിച്ചു തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ചുമത്തും. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്.